മണിപ്പൂരിൽ കുക്കി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പ്രദർശിപ്പിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്ന് CBI കുറ്റപത്രം. സൂര്യാഘാതമേറ്റ് ജോലിക്കിടയിൽ ഇലക്ട്രീഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗോ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ കുക്കി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പ്രദർശിപ്പിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്ന് CBI കുറ്റപത്രം. ആക്രമണത്തിന് മുൻപ് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് സ്ത്രീകൾ പോലീസിനെ സമീപിച്ചെങ്കിലും സാധ്യമായതൊന്നും ചെയ്തില്ലെന്നും ആൾക്കൂട്ടത്തിനെ അവരെ വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും CBI കുറ്റപ്പെടുത്തുന്നു. T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ ടീമിലുണ്ട്. രോഹിത് ശർമ്മയാണ് നായകൻ. ഉപനായകനായി ഹാർദിക് പാണ്ഡ്യയുമുണ്ട്. സീനിയർ താരം KL രാഹുലിനെ ടീമിൽ നിന്നും ഒഴിവാക്കി. റിസർവ് താരങ്ങളായി ശുഭ്മാൻ ഗിൽ, ഖലീൽ അഹമ്മദ്, റിങ്കു സിംഗ്, ആവേശ് ഖാൻ എന്നിവരും ഇന്ത്യൻ ടീമിനൊപ്പമുണ്ടാകും. എക്സ് പ്ലാറ്റ്ഫോമിലാണ് BCCI ടീമിനെ പ്രഖ്യാപിച്ചത്. ജൂൺ 2-നാണ് T20 ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സൂര്യാഘാതമേറ്റ് ജോലിക്കിടയിൽ ഇലക്ട്രീഷ്യൻ കുഴഞ്ഞു വീണു മരിച്ചു. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ 12-ാം വാർഡിൽ പൂങ്കാവ് പുത്തൻപുരയ്ക്കൽ സുഭാഷാണ് മരിച്ചത്. വീട്ടിൽ വയറിംഗ് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ശ്വാസതടസ്സമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം കിഴക്കേ കല്ലട ഓളമ്പലത്ത് ഇടിമിന്നലേറ്റ് കശുവണ്ടി ഫാക്ടറി ജീവനക്കാരൻ മരിച്ചു. അടൂർ മണ്ണടി സ്വദേശി തുളസീധരൻ പിള്ളയാണ് മരിച്ചത്. സെന്റ് മേരീസ് കാഷ്യൂ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ഫാക്ടറിയിൽ നിന്നും ചായ കുടിക്കാൻ വൈകുന്നേരം 3:45-ന് പുറത്തുപോയിട്ട് തിരികെ വന്നപ്പോഴാണ് മിന്നലേറ്റത്. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വേനൽ മഴയും തുടർന്ന് മഴക്കാലം വരുന്നതോടെ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയേറെയാണ്. അതിനാൽ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം. കേരള പൊതുജനാരോഗ്യ നിയമമനുസരിച്ച് യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി സുപ്രീം കോടതി. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വിഷയത്തിൽ മെയ് 3-ന് വിശദീകരണം നൽകാനും EDക്ക് കോടതി നിർദ്ദേശം നൽകി. കൊടും ചൂടിൽ വെന്തുരുകിയ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. രാജ്യത്ത് താപനില 45 ഡിഗ്രി സെൽഷ്യസിനും മുകളിലേക്ക് കടന്നു. ഉഷ്ണതരംഗം രൂക്ഷമായതിനെ തുടർന്ന് 4 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിപ്പിച്ചു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലർട്ട്. 2-3 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കാഞ്ഞാണിയിൽ നിന്നും തിങ്കളാഴ്ച കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴി കാക്കാമാട് പുഴയിൽ കണ്ടെത്തി. മണലൂർ ആനക്കാട് കുന്നത്തുള്ളി വീട്ടിൽ കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് ഇവരുടെ ID കാർഡ് പോലീസിന് ലഭിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഭർത്തൃഗൃഹത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവതി മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത്. മസാല ബോണ്ട് കേസിൽ നിന്നും ജഡ്ജി പിന്മാറി. മുൻ മന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക്കിനെതിരെ ED നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പിന്മാറിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് ED ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. EDയുടെ ഹർജി മെയ് 17-ന് മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 7 മാവോയിസ്റ്റുകളെ വധിച്ചു. നാരായൺപൂർ കങ്കർ അതിർത്തി പ്രദേശത്തെ അബുജ് മന്ദിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന കൊലപ്പെടുത്തിയത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്നും AK-47 ഉൾപ്പെടെ വൻതോതിൽ ആയുധ ശേഖരങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ജനേഗോ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.